ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീരമൃത്യു വരിച്ച സൈനികരുടെ നിത്യസ്മരണയ്ക്കായിട്ടുള്ള ഇന്ത്യ ഗേറ്റിലെ അണയാദീപം അമർ ജവാൻ ജ്യോതിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്നത് ഇന്ത്യ ഗേറ്റിലായിരുന്നെങ്കിലും ഇപ്പോൾ അത് കുറച്ച് മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ദേശീയ യുദ്ധസ്മാരകത്തിലാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളോട്ട് കയറ്റി വിടുള്ളൂ. അതിൻ്റെ ചുറ്റുപാടും വളരെ മനോഹരമായി അവർ തീർത്തിട്ടുണ്ട്. ഒരു പൂന്തോട്ടം പോലെയൊക്കെ അവർ അത്രയ്ക്ക് മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ഇവിടുത്തെ ആ വിളക്കിൻ്റെ കഥ ഞാൻ പറയാം. ഒന്നാം ലോകമഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മരണയിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഗേറ്റ് 1931 നിർമ്മിച്ചത്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം ജയിച്ചതിൻ്റെ സ്മരണയിലാണ് 1972 റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ ഗേറ്റിൽ അമർ ജവാൻ ജ്യോതി തെളിയിച്ചത്. ദേശീയ യുദ്ധസ്മാരകം ഇന്ത്യ ഗേറ്റ് പരിസരത്തെ പ്രിൻസസ് പാർക്കിൽ 40 ഏക്കറിൽ 2019 ഫെബ്രുവരി 25 ദേശീയ യുദ്ധസ്മാരകം സ്ഥാപിച്ചത്. മുൻപ് റിപ്പബ്ലിക് ദിനം ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക ചടങ്ങുകളിലും ദീപം തെളിയിച്ചിരുന്നത് ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിലായിരുന്നെങ്കിലും യുദ്ധസ്മാരകം വന്നതോടെ ചടങ്ങുകളെല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ സൈനികരുടെ സ്മരണാർത്ഥമുള്ള ജാലകൾ ഒന്നിച്ചു ജ്വലിക്കട്ടെ എന്ന് പറഞ്ഞാണ് കേന്ദ്ര സർക്കാർ ഇതിപ്പോൾ എല്ലാം ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റിൽ എല്ലാ സൈനികരുടെയും പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞ് ഇപ്പോഴത്തെ സർക്കാരാണ് ഇങ്ങോട്ട് മാറ്റി. ഇവിടെ നമുക്ക് കാണാം, ഇതിൻ്റെ ചുറ്റുപാടും മൊത്തം കണ്ടോ, ആ കാണുന്ന മൊത്തം ഓരോ സൈനികരുടെ പേരുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. സൈനികരുടെ അവിടെ ഡെസിഗ്നേഷൻ എഴുതി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഓരോ യുദ്ധത്തിൻ്റെയും ഓരോ സമയത്ത് നടന്ന യുദ്ധത്തിൻ്റെ പേരെഴുതി വെച്ച് അവരതിൻ്റെ ഒരു ചെറിയ ചുവർച്ചിത്രം പോലെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് മനോഹരമാക്കി തീർത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബാറ്റിൽ ഓഫ് ഗംഗാസാഗർ, ബാറ്റിൽ ഓഫ് രസംഗ്ല, ഓപ്പറേഷൻ മെഹദോത്ത്, ഓപ്പറേഷൻ ത്രിഡനറ്റ്, ഇങ്ങനെ ഈ 4 യുദ്ധങ്ങളുടെ പേരും അതിനെ കുറച്ച് ചെറിയ വിവരണങ്ങളും അതിൻ്റെ ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ട് അധികമായിട്ടില്ല, കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പറ്റുന്നവർ പോയി കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ടതാണ്. നമുക്ക് വേണ്ടി ജീവൻ ബലികഴിപ്പിച്ച ജവാന്മാരുടെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം.